ഒരു കയ്യാങ്കളി നടക്കാൻ പോവാ. അത് നടക്കരുതേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അറബ് ലോകം അമേരിക്കക്കെതിരെ എഴുന്നേറ്റ് വരുന്നു. കഴിഞ്ഞ 10 മാസം മുമ്പേ ഞാൻ പറഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിക്കും. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ അടി നിർത്തിയപ്പോൾ ഇറാൻ അറിയാം ഇനി അടി വരുമെന്ന്. ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമും അല്ല. ഇന്ന് അമേരിക്ക, എല്ലാവരും ഈ വാക്ക് കേൾക്കണം, അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു? കഴിഞ്ഞ 10 മാസം മുമ്പേ ഞാൻ പറഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിക്കും. എല്ലാ ലൈവ് കേൾക്കുന്നവർ കേൾക്കണം. ഇവിടെ അമേരിക്കക്കാരുമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ഇന്ത്യ അല്ല, അമേരിക്ക. അമേരിക്കയുടെ കടം 37 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അതിൻ്റെ പേരാ $37 ട്രില്യൺ അമേരിക്ക കടത്തില. അതുകൊണ്ട് അവർ 50% ടാക്സ് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. ട്രംപ് എങ്ങനെങ്കിലും ടാക്സ് വഴി രക്ഷപ്പെടാൻ നോക്കിയ. ഇപ്പം കണ്ടോ, അമേരിക്കയിലെ സുപ്രീം കോടതി ഇടപെട്ട് ടാക്സ് 10% ട്രംപിന് രക്ഷയില്ല. അപ്പൊ അവന് പിടിച്ചു നിൽക്കണം. എല്ലാവരും കേൾക്കുന്ന സംഭവം 2026 അവൻ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ ഇനി 5.5 ട്രില്യൺ കൂടെ കടമെടുക്കണം. 5 ഇട്ടിട്ട് 12 പൂജ്യം കൂടെ എടുക്കണം. ഭാഷമാരെ കടമെടുത്തേ നിൽക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം നടക്കണം, എണ്ണ വിപണി അവന്റെ കയ്യിലെത്തണം, കരമുയർത്തുന്നവർക്കായി. ഈ വർഷം ആദ്യം നടന്നൊരു സംഭവം പറഞ്ഞുതരാം. ഈ വർഷം ആദ്യം എന്തോ ഇത് വെനീസുലയെ കയറി അവൻ പിടിച്ചു. വെനീസുലയെ പിടിച്ചിട്ട് എണ്ണ രാജ്യത്തിൽ 1ാമത് നിൽക്കുന്ന വെനീസുലയാ, 2ാമത് നിൽക്കുന്ന സൗദിയ, 3ാമത് നിൽക്കുന്ന കുവൈറ്റാ, അതിന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത് റഷ്യയും ഇറാനും. മനസ്സിലാകുന്നവർക്കായി. അല്ലാതെ അമേരിക്കയ്ക്ക് എന്തോ ഇറാൻ ഒരു ഭീഷണി ഒന്നുമല്ല. അമേരിക്ക ഇറാനും എത്ര കിലോമീറ്റർ കിടക്കുക? 12,000 കിലോമീറ്റർ കിടക്കുക. ഇറാനിൽ നിന്ന് ഒരു മിസൈൽ പോലും എവിടെ ചെല്ലത്തില്ല, അമേരിക്ക ചെല്ലത്തില്ല. ഇറാന്റെ മിസൈലിന്റെ പരിധിയെല്ലാം വളരെ കുറവാ, 6,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണം. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഇസ്രയേൽ ഇറാനെ അടിച്ചു, ഏകദേശം 12 ദിവസം അടിച്ചു. അവരുടെ വ്യോമ സംവിധാനം, ആണവായുധ പ്ലാന്റുകളെല്ലാം തകർത്ത് കളഞ്ഞു. അന്ന് വേണേ ഇസ്ലാമിന്റെ മരണപ്പെട്ട ആയത്തുള്ള ഖൊമൈനി അവർ കൊല്ലായിരുന്നു. പക്ഷേ ഇസ്രയേലിനകത്ത് മൊസാദ് പറഞ്ഞു ഈ വ്യക്തിക്കെതിരെ എന്തെങ്കിലും നടന്നാൽ ലോകം വലിയ വിഷയത്തിലേക്ക് വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഈ മൊസാദ് ആയത്തുള്ള ഖൊമൈനി റെഡിയാക്കാതെ കൊല്ലാതിരുന്നത്. സ്വോത്രം. അപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഈ ട്രംപ് ഒരു ചതിക്കുഴി ഒരുക്കിയിട്ട് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെന്നിട്ട് ഞങ്ങൾ എണ്ണയും പിടിക്കാം, മിലീഷ്യ നിങ്ങൾ പുറത്താക്കുകയും ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അതാണ് ഇപ്പൊ കുഴങ്ങി കിടക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറാൻ അങ്ങനൊന്നും വീഴത്തില്ല. ഇറാൻ സാധാരണ പുള്ളിയല്ല. ഒന്നല്ലേ സജാന കേൾക്കണം, 9 കൊല്ലം ഇറാഖിൻ്റെ കൂടെ ഒളിവാൾ അടിച്ചവനാവൈ. മനസ്സിലാകുന്നവർക്കായി. ഏകദേശം എത്ര 10 കോടി ജനമുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയുടെ കണക്ക് ഭൂപ്രകൃതി ഉണ്ട്. ഏകദേശം 2000 കിലോമീറ്റർ മല മാത്രമുണ്ട്. എവന്റെ ആയുധം എവിടെ ഇരിക്കുന്ന ആർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇറാനെ അടിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അറബ് ലോകം അമേരിക്കക്കെതിരെ എഴുന്നേറ്റ് വരുന്നു. ഇവിടെ നിങ്ങളുടെ മക്കളെല്ലാം ഗൾഫിലുണ്ട്, അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അമേരിക്കയെ പോയി അടിക്കാൻ പറ്റുമോ ഇറാന്? ഇല്ല. അപ്പൊ അമേരിക്കയുടെ താവളങ്ങൾ GCCയിലുണ്ട്. 1 അബുദാബി അൽദഫ്ര, അത് അമേരിക്കയുടെ താവളം. 2 ബഹറിലെ ജുഫൈർ, അതില കപ്പൽപ്പട. 3 ഖത്തറിലെ ഹുദ്ഹുദ് എയർബേസ്. 4 കുവൈറ്റിലെ അൽസലാം എയർബേസ്. 5 സൗദിയിലെ പ്രിൻസ് സൽമാൻ എയർബേസ്. 6ാമത്തത് കിടക്കുന്ന ഒമാനിലും അമേരിക്കയുടെ കപ്പൽപ്പടയുണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ലേ, കിട്ടിയവനെ തൂത്തുവറക്കി കൈകാര്യം ചെയ്യാം. കരം ഉയരുന്നില്ലല്ലോ ചായ. ഇതാ സംഭവം. ഇപ്പൊ പിടി കിട്ടിയോ? അതുകൊണ്ടാ ഇന്നത്തെ ഇറാൻ പറയുന്നത് നിങ്ങളെയല്ല ഞങ്ങൾ ആക്രമിക്കുന്നത്, ഞങ്ങളെ അടിക്കുന്നവന്റെ പട അവിടെ ഉണ്ട്, അവിടെ ശരിയാക്കാം. പിന്നെ എല്ലാവരും കേൾക്കണം, കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ അടി നിർത്തിയപ്പോൾ ഇറാൻ അറിയാം ഇനി അടി വരുമെന്ന്. അന്നൊരു രഹസ്യ പരിപാടി നടത്തി. എന്താന്ന് വെച്ചാൽ ആരുടെ കയ്യിൽ നിന്ന്? റഷ്യയുടെ കയ്യിൽ നിന്ന് നല്ല സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു മിസൈൽ ആര് മേടിച്ചെന്നറിയാമോ? ഈ ഇറാൻ മേടിച്ച്. ആര് പറഞ്ഞില്ല? കടൽ വഴിയാ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന്. ഈ സ്റ്റെൽത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് കൊർനെല്ലിയോസ് അച്ചാൻ കൊട്ടാരക്കരയ്ക്ക് പോകാൻ കാറിനകത്ത് GPS സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ, വെമ്പായം വെഞ്ഞാറമൂട് പിടിച്ചോളാൻ. നമ്മളിവിടെ ഈ സ്റ്റെൽത്ത് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് ഞെക്കി വെക്കും ദുബായ് എയർപോർട്ട് കറക്റ്റ് വീഴും, അഡ്നോക്ക് വീഴും, ഷേഖിന്റെ വീട് വീഴും, സൗദി അരംകോ വീഴും. പണ്ടത്തെ ഇറാന്റെ മിസൈലെല്ലാം വഴി കടലിൽ വീണുകൊണ്ടിരുന്നതാ. മനസ്സിലാകുന്നവർക്കായി. ഇത് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റെൽത്തിന്റെ മിസൈലാ.
ഇപ്പം അറബ് രാജ്യങ്ങളിൽ മുഴുവൻ വീഴുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, 2 കാര്യം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താ കാര്യം എന്നറിയാമോ? ഇനി ഗൾഫിൽ അറബ് അമേരിക്കയായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ താവളങ്ങൾ മുഴുവൻ പൂട്ടിപ്പോവും. മനസ്സിലാകുന്നവർക്കായി. കണ്ടോ, ഷേഖുമാർക്കും എല്ലാത്തിനും അവിടെ അടി കിട്ടിയ അച്ചായ ഇത്രയും നാൾ ചെല്ലും ചെലവും കൊടുത്ത് അമേരിക്കൻ മിലിറ്ററി അവിടെ കൊണ്ടിട്ട് അമേരിക്ക ഇപ്പം ഇറാനെ അടിച്ചപ്പം വെറും കൈയായിട്ട് നിൽക്കുക. അമേരിക്കയ്ക്ക് ഇറാനെ അടിക്കാൻ പറ്റുമോ? അറബ് രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ? അവൻ നോക്കുന്നതെല്ലാം നിങ്ങൾ നോക്കണം. എവിടെ കൊണ്ടടിച്ചെന്നറിയാവും? അബുദാബിയിലും ദുബായിലും കൊണ്ടടിച്ചു. അത് കഴിഞ്ഞിട്ട് ബഹറിനെ കപ്പൽപ്പടയെ കൊണ്ടടിച്ചു, കുവൈറ്റിൽ കൊണ്ടടിച്ചു, എല്ലാ സ്ഥലത്തും വീഴാൻ. ഇപ്പം ഇവർ പറയുന്നത് എന്തോന്നറിയാമോ? ഞങ്ങൾ ഇതുവരെ 6000 കിലോമീറ്ററിന്റെ മിസൈൽ എടുത്തിട്ടില്ല. ഇപ്പൊ ഇറാന്റെ കയ്യിലിരിക്കുന്ന ഷഹീദ് എന്ന് പറയുന്ന ഡ്രോൺ ഉണ്ട്, അത് കഴിഞ്ഞ് സ്റ്റെൽത്ത് ഉണ്ട്, ക്രൂസ് മിസൈൽ, ഇതേ അടിച്ചിട്ടുള്ളു. ഇപ്പൊ തന്നെ ഗൾഫ് രാജ്യം കരഞ്ഞു തുടങ്ങി. ഇപ്പൊ 3 ദിവസം, ഇന്ന് നമ്മൾ ഈ കൺവെൻഷൻ ഇവിടെ കൊർന്നേലിയസ് പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തൊട്ട് ഖമനേയിയുടെ അടക്കമാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴം വെള്ളി ശനിയോടുകൂടി ഇറാനിലെ മഹദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മസദ് ഇറാൻ, അതവരെ പുണ്യ പള്ളിയുള്ള ഭൂമിയാ. അവിടെ വെച്ച അദ്ദേഹത്തിന്റെ കബറടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യാങ്കളി നടക്കാൻ പോവാ. അത് നടക്കരുതേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവന് കീഴും മേലും ഇല്ല, മനസ്സിലാകുന്നവർക്കായി. പിന്നെ മുസ്ലിം ലോകത്തൊരു വിഷയം ഉണ്ടായി, പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും കണ്ടു കാണും. 185 പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിനെ ഇസ്രായേൽ ബോംബിട്ട. കര ഉയരുന്നില്ലല്ലോ ചായ വാർത്ത. അറബ് ലോകം അതുകൊണ്ട് എതിരായിട്ട് നിൽക്കുക. അങ്ങനെയെങ്കിൽ ഇവരാരടുത്ത് പോവും? ഇനി റഷ്യയുടെ അടുത്തേക്ക് പോകാൻ പോവുക. എല്ലാ കാലത്തും എല്ലാവരും ഷേഖുമാറായിട്ടിരിക്കുമോ? ഇരിക്കത്തില്ല. ഈ ഷേഖുമാരെ തള്ളും. ഇപ്പൊ അറബ് രാജ്യത്തൊരു പ്രശ്നം വരും. 6 രാജ്യങ്ങൾ. എവരാരാ? ഉൽപ്പത്തി 25. അമ്മാമയെന്ന് ഒരുത്താട്ടെ, 2 വാക്യം കൂടെ, സമയം ഇത്രയും കിട്ടുന്നു എങ്കിലും ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കാറ്. ഉൽപ്പത്തി 25 ആരാ? ഈ GCC. സാറായ്ക്ക് ശേഷം ഒരു ഭാര്യ അബ്രഹാം വിവാഹം കഴിച്ചു. വായിച്ചാട്ട് ഉൽപ്പത്തി 25 1, 2. അമ്മാമെന്ന് വായിച്ചാൽ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവക്കുള്ള പേര്, അവൾക്ക് കെതൂറ എന്ന് പേർ. കെതൂറയുടെ മക്കളായി 6 പേര്. വായിച്ചാട്ട് അവൾ സിമ്രാൻ, യൊക്സാൻ, മെദാൻ, മിദ്യാൻ, ഇബ്ശാഗ്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. GCC എന്ന് പറയുന്നത് 6 അച്ചായന്മാര്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹറിൻ, ഖത്തർ, അത് കഴിഞ്ഞിട്ട് മസ്കറ്റ്. ഇതാ കിടക്കുന്നത്. സന്തോഷമല്ലല്ലോ ഇതാ. അതുകൊണ്ട് ഇവരെ ഈ ട്രംപ് ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ച്. എല്ലാവരും കേൾക്കണം, യവന്മാർ 2 പേരെ ഇറാൻ അടിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമായിട്ട് ട്രംപ് വന്നപ്പോൾ ഒരു കരാർ വന്ന്, അബ്രഹാം അക്കോർഡ്, കരമുയർത്തുന്നവർക്കായി. അതൊക്കെ TV കാണണം, കറുത്തമുത്തും ചന്ദനമണിയെ കാണണം. ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു കൂടെ അമേരിക്ക ഒരു കോൺഫറൻസ് വിളിച്ച് അന്ന് 2 അച്ചായന്മാർ പോയി ഒപ്പിട്ട് അബ്രഹാം അക്കോർഡ്. നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്, കെതൂറയുടെ മക്കളാ. ഒപ്പിട്ടത് അബുദാബി ബഹറിനുമാ. അതുകൊണ്ട് അവന്മാർ 2നെ പച്ചക്കിട്ട് അടിക്കുക. മനസ്സിലാകുന്നവർക്കായി അബ്രഹാം അക്കോർഡ്. ഇതൊക്കെ എന്തൊരു സംഭവം എന്നറിയാവോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഇറാനെ അവർക്ക് തകർക്കാൻ ഇപ്പോൾ കഴിയത്തില്ല. ഇറാൻ സാധാരണ രാജ്യമല്ല. അവര്, നമ്മൾ ഒരു സൈഡും പറയണ്ട, ഒരു രാജ്യത്തെ വിമർശിക്കുകയല്ല. ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ചെയ്ത 3 ആണവ നിലയങ്ങളാണ് ഇറാനിലുള്ളത്. 1 നദൻസ് ഉണ്ട്, അതിനെ അടിച്ചു. 2 പോർട്ടോ ഉണ്ട്, അതിനെ ഒരു പരിമാക്കി. ഇസ്ബഹാൻ. ഇനി ഇറാനിലെ പട്ടണങ്ങൾ 2 ഭാഗമായിട്ട് കിടക്കുക. നാളെ ഇറാൻ ഇസ്രായേൽ എന്തുവാണെന്നറിയാം. അങ്ങനെയെങ്കിൽ ഇനി അറബ് രാജ്യത്ത് സംഭവിക്കുന്നതാ ബൈബിളിന്റെ പ്രവചനം. അമേരിക്ക ഇസ്രായേലിനെ അവർ അടുപ്പിക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ വേറൊരുവൻ എഴുന്നേറ്റ് വരും. അതാ പേര് റഷ്യ. ഇനി അവർക്ക് ആശ്രയിക്കാനുള്ളത് റഷ്യ. അങ്ങനെയെങ്കിൽ എസെക്കിയേലിന്റെ പ്രവചനം, പ്രവചനം 38 7 8 വാക്യങ്ങൾ അമ്മാമെന്ന് സഹായിച്ചു. ഒരുങ്ങിക്കൊള്ളുക. ഇത് ഒരു കാര്യമേ ഉള്ളൂ. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുവിൻ. ഈ അറബ് ലീഗ് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ കൂടെ ചേരും. ഇനി അറബ് രാജ്യങ്ങൾ ഇത്രയും നാൾ ചെല്ലും ചെലവും കൊടുത്തിട്ട് അവരുടെ പൗരന്മാർ ഭരിക്കുന്ന എത്ര ക്ലിയറാ ഇറാന്റെ ഓപ്പറേഷൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ വേണ്ടപ്പെട്ട ഒരാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറയാം, പാസ്റ്റർ ഇറാന്റെ മിസൈലെല്ലാം റഷ്യയുടെ. അതുകൊണ്ടാണ് ദുബായ് എയർപോർട്ട്, അബുദാബി എയർപോർട്ട്, ഡേറ്റാ സെന്റർ, അരംകോ, ഖത്തറിലെ പ്ലാന്റ്. ഇനി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ അന്തർവാഹിനിയാ എബ്രഹാം ലിങ്കൺ. അതിന്റെ മണ്ടയ്ക്ക് വരെ ഇറാൻ അടിച്ചു കൊടുത്ത്. മനസ്സിലാകുന്നവർക്കായി. റഷ്യയുടെ മിസൈലാ US ജെറാൾഡ്. അപ്പം അമേരിക്കയുടെ മേൽക്കോയ്മ ഇവിടെ തകർന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അവന് റഷ്യനെ അവർ കൂട്ടുപിടിക്കും. അതാ അന്തിമതരം. നീ അവർക്ക് മേധാവിയായി തീരും. അടുത്ത വാക്ക് വായിച്ചാട്ട. നീ അവർക്ക് മേധാവിയായിരിക്കാം. അറബ് രാജ്യങ്ങൾക്ക് മേധാവിയായി റഷ്യ മാറും. അതാ ഇസ്രയേലിനും ഇന്ന് അമേരിക്കയും കൊണ്ട് എവിടെ കൊണ്ടുവരുന്നത്?
മമ വാക്യം മാറ്റരുത്. ഇറാന്റെ മണ്ടേ കൊണ്ടിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത വാക്ക്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. അമ്മാമ അവിടെ നിന്ന് നിർത്തണം. റഷ്യ മേധാവിയായി തീരും. പിന്നെ ടൈമിംഗ് ഉണ്ട്. ഏറിയ നാൾ, ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളുടെ കാണും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് റഷ്യ മേധാവിയായിട്ട് നാളെ ഇസ്രായേലിന്റെ മേളിൽ കയറുമെന്നല്ല, ലാറ്റർ ഡേയ്സ്, സം ഡേയ്സ് വെയിറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും കർത്താവ് ഇന്ന് വരുമോ? 3 കാര്യം കർത്താവ് വരണമെങ്കിൽ. എല്ലാവരും കേട്ടാട്ടെ. അതിലൊന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് കർത്താവ് അല്ലെ 3-ാം ലോക മഹായുദ്ധം നടക്കത്തില്ല? ബൈബിളിൽ ഒരു വാക്കുണ്ട്, മത്തായി 24:15. അമ്മാമ്മ വായിക്കണ്ട, ഞാൻ പറയുമ്പോൾ ഇതിന്റെ ബാക്കി വായിക്കണം. അമ്മാമ്മക്ക് ഇത് എന്താ സംഭവം എന്നറിയോ? മത്തായി 24:15, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. ഇവിടെ പലരും നോർത്ത് ഇന്ത്യയിൽ പോയി കാണും, മിഷണറിമാർ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ ഒറീസയിൽ പോയതാ. അവിടെ ഛത്തീസ്ഗഡിൽ പോയി, റായ്പൂരിൽ പോയി. അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ യേശു ആരാന്നറിയുമെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം. അവർ പറയാം ഇവിടെ അറിയത്തില്ല, ചിലപ്പോൾ അപ്പുറത്ത് അറിയുമെന്ന്. സന്തോഷമില്ലല്ലോ, അവർക്കറിയത്തില്ല. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 5,000 ഗാവുമേ അഭിത്തോ കിസിക്കോ പതാനെ കോനെ പരമേശ്വർ. 5000 ഇന്ത്യയിലെ ഗ്രാമങ്ങൾ യേശു ആരാന്ന് അവർ അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു ചാനൽ പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ അവൻ ന്യായവിധിയുടെ ആഫ്രിക്കയിൽ ചെല്ലണം. അവിടെയൊക്കെ എത്രയോ ഗ്രാമങ്ങളിൽ ചെന്നിട്ട്. അതുകൊണ്ടാണ് ബൈബിൾ ക്ലിയർ എസക്കേൽ പറഞ്ഞ് റഷ്യ മേധാവിയായി തീരും. പിറ്റേന്നടിയല്ല, ഏറിയ നാൾ. ഒന്നാമത്തെ പ്രവചനം. 2, ബൈബിളിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് കർത്താവിൻ്റെ റോമാലേഖനം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാവും. റോമർ 11:25. ആ അംശമായ കാഠിന്യം നേരത്തെ വായിച്ചത്. യഹൂദന്റെ ചരിത്രത്തെ അവൻ നിലവിളിച്ചു തുടങ്ങി. അതാ 2ാമത്തെ കാര്യം. 3, എന്തിനു വേണ്ടി ഗലീല പ്രേക്ഷ ഇങ്ങനൊരു കൺവെൻഷൻ അല്ലെ യോഗം വെക്കുന്നു? പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ദീർഘക്ഷമ കാണിക്കുന്നത് ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. അതിനൊരു ഇടവേള തരും. അതുകൊണ്ട് മണ്ണന്തലയിലെ മുക്കോലെയും ഫ്ലാറ്റ് ഒന്നും വിറ്റ് കളയരുത്. സന്തോഷമില്ലല്ലോ. OLX-കാരെ നോക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലാകുന്നവർക്കായി. വില്ലേം വിറ്റ് കളയരുത്. സമയമുണ്ട്. അതാ അമ്മാമ വായിച്ചത്, ഏറിയ നാൾ കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും. ഇതെവിടാ സന്ദർശിക്കുന്നത്? നാളെ തൊട്ട് അതിന്റെ ഭാഗം വായിച്ചോട്ടെ അമ്മാമ. എവിടെ വെച്ച് സന്ദർശിക്കപ്പെടും? വായിച്ചോ. 7:8. വാളിനൊഴിഞ്ഞു പോയതും. എസക്കേൽ 38:7. അമ്മാമ വായിച്ചാട്ടെ 8ാമത്തെ വാക്യം. എസക്കേൽ 38:7. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുവിൻ. 57 ഇസ്ലാമിക് നാറ്റോ എന്നതിന്റെ പേര്. അവസാന രാത്രി വരുമ്പോൾ നിങ്ങളെ യോബയിൽ കൂടെ അത് കാണിച്ചിട്ടേ പ്രസംഗം നിർത്തത്തോളൂ. എന്നിട്ട് അടുത്ത വാക്ക് വായിച്ചാട്ട്, നീ അവർക്ക് മേധാവിയായിരിക്കാം. കമ്മ്യൂണിസ്റ്റ് റഷ്യ അതിന് മേധാവിയായി തീരും. അടുത്തത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഇതോടുകൂടി അമേരിക്കയുടെ പിടി ഗൾഫ് രാജ്യത്ത് നിന്ന് മാറും. പെതി അവർ റഷ്യയെ അവർ കരങ്ങളിലാക്കും. അങ്ങനെയെങ്കിൽ അവന്റെ പിടി മാറുമ്പോൾ പിന്നത്തത് നമുക്കൊരു സമയമുണ്ട്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. അതാ 3rd വേൾഡ് വാർ. ഈ പോകുന്നത് കോവിഡിന് ശേഷം. അതുകൊണ്ടാണ് ഈ റൂട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വാളിന് ഒഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഒടുക്ക ഇതെല്ലാം ചെല്ലാൻ പോകുന്ന ഇസ്രായേലിലേക്ക്. വായിരമ്മാമ ഏതാന്ന് വായിച്ചാട്ടെ. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തുന്നവർക്കായി 1948 മെയ് 14 അറബി ഒട്ടക ഓടിച്ച് മൂളി കിടന്ന ഒരു സ്ഥലം. ദാണ്ടെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഇസ്രായേലിന്റെ മിസൈൽ പരീക്ഷണം ലോകത്തെ മുൾമനയിൽ നിർത്തി അത്തിതളർത്തു കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ എന്ത് പറഞ്ഞ് ചെല്ലും? അതാ ജെറുസലേം. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു ഇത് ചെല്ലാൻ പോകുന്ന ജെറുസലേം വിഷയത്തിലാവും. മത്തായി സുവിശേഷം 23:37. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തും, ബാക്കി നാളെ. മത്തായി 21:37 അമ്മ എന്ന് വായിച്ചാട്ടെ. മത്തായി 23:37 വാക്യം. യെരൂശലേമേ നിന്റെ അടുക്കൽ വരിക. യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നു. വചനമില്ലാതെ മണലിന്മേൽ. വായിച്ചാട്ട് അടുത്ത വാക്ക്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനോ. വചനമില്ലാതെ മണലിന്മേൽ. വായിച്ചാട്ട് അടുത്ത വാക്ക്. ഗലീലെ കൊടപ്പനക്കുന്നി കേട്ടു എന്റെ ഈ വചനങ്ങൾ ഒറ്റ ചെയ്തിട്ട് കേൾക്കാതെ. കൊടപ്പനക്കുന്നി കേട്ടു എന്റെ ഈ വചനങ്ങൾ ഒറ്റ ചെയ്തിട്ട് കേൾക്കാതെ നടക്കുന്നവർ. വായിച്ചാട്ടെ. മണലിന്മേൽ വീട് പണിത
വീട്ടിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. മലയാളം ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവന്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. ഇന്ന് രാത്രി വചനം അങ്ങ് കേട്ടോണം. ഒരു നാടൻ മലയാളം പറയാം. സത്യവചനം കേട്ട് പത്യോപദേശത്തിൽ നിൽക്കുന്ന ദൈവസഭ വീഴുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം കേൾക്കും. കള്ളം കുടിച്ച് കഞ്ചാവ് മടിച്ച് ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാത്തവന്റെ വീട് വീണ് പോകും. ഇവിടെ കേട്ടാട്ടെ ഒരു നാടൻ കഥ. നമ്മുടെ കരമനയാറ്റിന്റെ തീരത്ത് ഒരു മരം ഉണ്ടായിരുന്നു. രണ്ട് കാര്യം കൂടെ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പാടും. കരമനയാറ്റിന്റെ തീരത്ത് ഒരു മരം, നല്ല മരമായിരുന്നു. ആ മരത്തിനകത്ത് രണ്ട് കൂട്ടരുണ്ടായിരുന്നു. കൊച്ചു കഥ. ഒന്ന്, താഴെ രണ്ട് കവറ്റയിലും കുരങ്ങനായിരുന്നു, മുകളിൽ കുരുവിയായിരുന്നു. കുരങ്ങന്റെ വീട്ടിൽ വൈകിട്ട് സീരിയലും കുപ്പിയും കള്ളും. കുരുകയുടെ വീട്ടിൽ വൈകിട്ട് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അന്നേരം ഇടയ്ക്ക് പ്രളയം വന്ന് നെയ്യാർ തുറന്നു. ഈ മരം ഇപ്പം അങ്ങ് ആറ്റിലോട്ടായി. അപ്പൊ കുരങ്ങൻ എന്തോ ഇത് വൈകിട്ട് കള്ളുകൂടിയായപ്പോ കുരുവി പാട്ട് പാടും പറയും, ചേട്ടാ ചേട്ടാ ഇതെന്തെങ്കിലും സംഭവിക്കും. ഇപ്പൊ തന്നെ എല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം ഡാം തുറക്കും, കൊടപ്പനക്കുന്നിന്ന് കളക്ടറും അറിയത്തില്ല, മരം വീഴും, നീ എവിടെ പോകും? അപ്പം കുരുവി സമാധാനത്തിൽ ഞങ്ങൾ തമിഴ് പാട്ട് പാടുന്നല്ലോ, നീ മനിതന്നെ എങ്ക പോവതെന്ന്. അപ്പൊ കുരുവിയോട് ചോദിച്ച്, മരം വീണ നീ എവിടെ പോകും? കുരുവി പറഞ്ഞ്, എനിക്ക് ചെറവുണ്ട്, ഞാൻ എൻ്റെ സങ്കേതത്തിൽ പോകുന്നു. മനസ്സിലാകുന്നവർക്ക് കഥ അവിടെ നിൽക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് കാലവർഷം, നമ്മുടെ ജൂണിൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന പോലെ കാലവർഷം, എല്ലാം കൂടെ പെരുമഴ. കളക്ടറെ വിളിക്കാനൊന്നും നെയ്യാറിന് സമയമില്ല. 6 ഷട്ടർ ഒറ്റ തുറപ്പ്. മനസ്സിലാകുന്നവർക്കായി. കരമന ആറ്റി കൂടെ വെള്ളം. വൈകിട്ട് 7:30 സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മരം കുലുങ്ങി ടിവിയുടെ പെട്ടിയോട് കൂടി കുരങ്ങി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ചിറകുള്ള കുരുവി അതിന്റെ സങ്കേതത്തിലേക്ക് പറന്നുപോയി. ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. അവന്റെ കീഴെ പാതാളം ഒഴിഞ്ഞിരിക്കുന്നു. ഓൺലൈനിൽ ഈ കുഞ്ഞി മൊബൈലിൽ ഇത് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക, അന്ത്യകാല സംഭവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ബാക്കിയൂടെ കേട്ടാട്ട് ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കൂ. എല്ലാവരും കേൾക്കണം. 2 കണ്ടന്റ് പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും. ഇത്ര സമയമെടുക്കുന്ന അന്ത്യകാലമായുണ്ട്. ഈ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ ഓപ്പറേഷൻ സിന്ദൂർ? പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് വേണ്ടി ഇന്ത്യ അടിക്കാൻ പോവാ. ആ സിന്ദൂർ നടക്കുന്നതിന്റെ രാവിലെ ഒരു സംഭവം നടന്നു. പല പത്രങ്ങളിലും ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ 40 കോൺസുലേറ്റുമാര് ഒരു ബസ്സിനകത്ത് ന്യൂഡൽഹിയിൽ നിന്ന് വാഗ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി. വൈകിട്ടായപ്പം വണ്ടി സ്പീഡിൽ അവിടെ ചെന്ന് വാഗ അതിർത്തിയിൽ ആൾക്കാർ റെഡിയായി. ആ സമയത്ത് ഇന്ത്യ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ 40 കോൺസുലേറ്റുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇസ്ലാമാബാദിൽ നിന്ന് അതേസമയം ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ വാഗായിൽ 6 മണിക്ക് വണ്ടി അവിടെ ചെന്നപ്പോൾ ഇസ്ലാമാബാദിലെ വണ്ടിയും വന്നു. ബാക്കി കേൾക്കണേ. പാകിസ്ഥാൻകാരെ പാകിസ്ഥാൻ പാസ്പോർട്ടോട് കൂടി അവരുടെ വണ്ടി കയറ്റി. അവരുടെ വണ്ടി വന്ന് നമ്മുടെ ഇന്ത്യക്കാരെ നമ്മുടെ വണ്ടി കയറ്റി. എല്ലാവരും കേൾക്കണം. കൊടി താന്നു, ഗേറ്റും അടച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാ ഇസ്രായേലിന്റെ ഹെരോദ ഡ്രോണും ഫ്രാൻസിന്റെ മിഗ് മിറാഷും ഇവിടെ കയറി റാവൽപണ്ടിയിലും ഇസ്ലാമാബാദിലും കയറി ആക്രമിച്ചെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമും അല്ല, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഒരു കൈമാറ്റം നടക്കും. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. അതുകൊണ്ട് സഭയുടെ സർട്ടിഫിക്കറ്റ് അല്ല, രക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവന് ഒരു ഉറപ്പുണ്ട്. കാഹളം കേൾക്കാറായി, കാന്തൻ വരാറായി. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. ബാക്കി നാളെ അപ്ഡേറ്റ് ആയിട്ട് പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാ ദിവസവും നമുക്ക് ഈ സാക്ഷ്യങ്ങൾ പറയണമല്ലോ. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാം. കുഞ്ഞുങ്ങൾ പാട്ട് കൊടുത്താട്ട്. അപ്പൊ 2-ാം ലോക മഹായുദ്ധം എല്ലാ അമ്മച്ചിമാരും കേട്ടാട്ട്, അച്ഛന്മാരും കേട്ടാട്ട്. 5.5 കോടി ജനം മരിച്ചു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. 5.5 കോടി ജനം മരിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ? ബ്രിട്ടനിൽ ഒരു സംഘടന പറഞ്ഞു, നല്ലൊരു പോർട്രേറ്റ് തന്നാൽ നല്ല പ്രതിഫലം കൊടുക്കാമെന്ന്. ആ സമയത്ത് പലരും നല്ല പടം അയച്ചു. പള്ളിയിൽ പോകുന്നത്, പൂന്തോട്ടം എടുക്കുന്നത്, എല്ലാ പടം അയച്ചു. ഒരു ചെറുപ്പക്കാരൻ 2 പടം അയച്ചു. ഇന്നത്തെ യുദ്ധം നടക്കുന്ന ആസന്നമായ കാര്യത്തിൽ പറയുക. അതിലൊരു പടം നല്ലൊരു സമുദ്രം, അതിന് പേരിട്ട് അറ്റ്ലാന്റിക് സമുദ്രം. നടുവിലൊരു പാറയുടെ മേളിൽ കാക്ക്. അവൻ അടിക്കുറിപ്പ് എഴുതി, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. സമുദ്രം ഇളകുക. 1-ാം പടം. 2-ാമത്തെ പോർട്രേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ സമുദ്രത്തിൽ തിരമാല ഇളകിയപ്പം തിരമാലയുടെ നടുവിൽ കൂടെ ഒരു ഡോട്ട് ഇട്ടേക്കുക. ഈ കാക്കയുടെ വായിൽ ഒരു മീൻ പോകുന്നു. കാക്കയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. അന്നേരം അവൻ 2-ാമത് എഴുതുക, ലോകമാകുന്ന ഗംഭീരവാരിധി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന
പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു ചലനവുമില്ല. എന്നിട്ട് അടിക്കുറിപ്പ്, ഈ പ്രതിസന്ധി നടക്കുമ്പോഴും അതിൻ്റെ വായിൽ ഒരു കൊച്ചു മീനിനെ കൊടുക്കുവാൻ സർവശക്തൻ ദൈവം കൂടെ. അതുകൊണ്ട് അവൻ അടിക്കുറിപ്പെടുത്തി, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുവാൻ എൻ്റെ ദൈവ ശക്തൻ. ഇവിടെ പ്രതിസന്ധി വരട്ടെ, പ്രതികൂലം വരട്ടെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ആരും ഭാഗ്യവാന്മാരല്ല. അമേരിക്കക്കാർ ഭാഗ്യവാന്മാരാണോ? 35% വിലക്കയറ്റം. ഞാൻ അവിടെ പോയിട്ടില്ല. ഇന്ന് രാവിലെ 2 അമേരിക്കക്കാരനെ വിളിച്ചതേ ഉള്ളൂ, പാസ്റ്റർ എന്താവുമെന്ന്. ഞാൻ പറഞ്ഞു ഒന്നും ആവത്തില്ലെന്ന്, അവിടെ നിൽക്കാൻ പറഞ്ഞു. സ്വോത്രം. പണ്ട് നമ്മുടെ സഹോദരിമാരെല്ലാം പറയും, ചേട്ടൻ ദുബായിലാ, ചേട്ടൻ അബുദാബിയിലാ. ഇന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ ഗവൺമെൻറ് പറയുന്ന ജനലിലെ കീഴിൽ നിൽക്കരുത്, ഷെല്ല് കയറുമെന്ന്. സന്തോഷമില്ലല്ലോ. ഇപ്പം തൂണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി, സ്വോത്രം, മനസ്സിലാകുന്നവർക്കായി. ഗൾഫുകാരാണോ? 6 ഗൾഫ് രാജ്യങ്ങളെ ഒറ്റക്കിട്ട് ഒറ്റ രാത്രി അടിച്ച്. സൗദിയനെ അടിച്ചു, ദുബായി അടിച്ചു, അബുദാബി അടിച്ചു, ഖത്തറിനെ അടിച്ചു, കുവൈറ്റിനെ അടിച്ചു. ഗൾഫുകാരാന്നോ ഭാഗ്യവാൻ? അവരെല്ലാം തീരാറായി. ഇപ്പൊ കോട്ടമുള്ളവരാന്നോ? ഇവിടെ കാണും വല്ലതിനും വല്ല വിലയുണ്ടോ? റബ്ബറിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞില്ലേ? മനസ്സിലാകുന്നവർക്കായി. കല്ലേത്തുമ്പോൾ എല്ലാം തീർന്നില്ലയോ? സകല തോട്ടങ്ങളും പോയില്ലേ? 5-6 വാഴ വെച്ചിരുന്നു, അതും ചൂട് കൊണ്ടുപോയി. സ്വോത്രം. മരിച്ചീനിയും തീർന്നു. ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? അല്ലെ കേരളത്തിൽ തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? ഇവരൊന്നും അല്ല ഭാഗ്യവാന്മാർ. കഴിയുന്ന രാവിലെ ഇസ്രായേലിൽ നിന്ന് കൊല്ലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പണ്ട് ഞങ്ങൾ ശലവും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്കിള്, ഇപ്പൊ ശലവുമല്ല മെസ്സിക്കായി. സ്വോത്രം. ഒന്ന് കറങ്ങുന്ന അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യഹൂദനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല. ഗലീലയട്ടവരിൽ ഭാഗ്യവാന്മാരായ ഒരു കൂട്ടമരിപ്പുണ്ട്. ആരാ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ